The Happy Prince. That's our unit number 4. So, what do you mean by Happy Prince? എന്താ ഈ ഹാപ്പി പ്രിൻസ് എന്ന് പറയുമ്പോ അതിന്റെ ഒരു മീനിങ്? ദ ഹാപ്പി പ്രിൻസ്. എടാ അൺമ്യൂട്ട് ചെയ്, ദിയോ അൺമ്യൂട്ട് ചെയ്. സന്തോഷവാനായ രാജകുമാരൻ. ആ, സന്തോഷവാനായ രാജകുമാരൻ. ഹാപ്പി പ്രിൻസ്. ഞാനും അതാ പറയാൻ വന്നത്. അതാ ഞാൻ പറഞ്ഞ, പറയുമ്പോ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം, അല്ല എങ്കിൽ ഇവിടെ കേക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ പറയുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്യാം, പറഞ്ഞു കഴിയുമ്പോൾ മ്യൂട്ട് ചെയ്യാം. അപ്പൊ കുറച്ചതാകുമ്പോഴേ നിങ്ങൾക്ക് ശീലമായിക്കോളും. ഓക്കെ. അപ്പോ നമുക്ക് ഹാപ്പി പ്രിൻസ് അങ്ങനെ ഒരു കഥ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മളൊരു കുഞ്ഞു കാര്യം ഇവിടെ നോക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് വാസ് ഫ്രൈഡേ നൈറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം അല്ലേടാ, ഹാപ്പി പ്രിൻസിന്റെ താഴെയായിട്ട് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഇറ്റ് വാസ് ഫ്രൈഡേ നൈറ്റ്. ഇതൊരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. മിഥുൻ, നമ്മുടെ ഇവിടുത്തെ ക്യാരക്ടറുടെ പേരാണ് മിഥുൻ. മിഥുൻ വാസ് റിലാക്സിംഗ് ഇൻ എ ചെയർ. അപ്പൊ മിഥുൻ ഒരു കസേരയിലിരുന്ന്, പുള്ളിക്കാരൻ ലാവിഷായിട്ടിരുന്ന് ചിലപ്പോ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ നിങ്ങളെ പോലെ വെറുതെ ഇത് ജോലിയൊന്നും ചെയ്യാതെ പഠിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നിരിക്കും. ഓക്കെ. ഹി വാസ് വാച്ചിങ് ഹിസ് ഫേവറേറ്റ് ടിവി ഷോ. അപ്പോ നമ്മുടെ ഇവിടെ മിഥുൻ എന്ത് ചെയ്യായിരുന്നു? പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടി വി ഷോ, ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ കാർട്ടൂൺ ആയിരിക്കും ഇഷ്ടം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും പ്രോഗ്രാം. അപ്പൊ അതുപോലുള്ള ഒരു പ്രോഗ്രാം, ജിയോക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം എന്താടാ? പ്രോഗ്രാം അല്ല, എനിക്ക് സിനിമ ഇഷ്ടമുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവ ഇപ്പൊ ഒരു സിനിമ കാണുന്നു എന്ന് വെക്കുക, ഏതെങ്കിലും ഒരു സിനിമ. നീ മാസ്റ്റർ കണ്ടോ? അല്ല, ഇപ്പോഴത്തെ സിനിമ ഉണ്ടോന്ന്? ഇല്ല. ഓക്കെ. ഞാനും കണ്ടില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. His mother was in the kitchen cleaning dishes, pots and pans. അപ്പോ നമ്മുടെ മിഥുന്റെ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? പുള്ളിക്കാരി കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇത് നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകുന്നു. പോട്ട്സ് ആൻഡ് പാൻസ്, അതായത് നമ്മുടെ എല്ലാ പാത്രങ്ങളും, എല്ലാ ലൈക്ക് തവി, സ്പൂണ്, അതുപോലുള്ള എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുക. ഫീലിംഗ് ടയേർഡ്, ഷീ ഡിസൈഡഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. അപ്പോ പുള്ളിക്കാരി ഇങ്ങനെ കുറെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നി. ഫീലിംഗ് ടയേർഡ്. അപ്പോ അങ്ങനെ ക്ഷീണം തോന്നിയതുകൊണ്ട് പുള്ളിക്കാരി കുറച്ചു സമയം റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. മിഥുൻ നോട്ടീസ്ഡ് ഹിസ് മദർ ഗോയിങ് ടു ബെഡ് ഏർലി. അപ്പൊ നമ്മുടെ പുള്ളിക്കാരൻ നമ്മുടെ മിഥുൻ എന്ത് ചെയ്യായിരുന്നു? ടി വി കാണുമായിരുന്നു. അപ്പോ അവന്റെ അമ്മ ഇങ്ങനെ കിടക്കാനായിട്ട് പോകുന്നത് അവൻ കണ്ടു. അവൻ ശ്രദ്ധിച്ചു അവന്റെ അമ്മ നേരത്തെ പോയി കിടക്കാൻ പോകുന്നത്. ഹി ആസ്ക്ഡ്, ആർ യു ഓൾ റൈറ്റ് മോം? അപ്പോ അവൻ ചോദിച്ചു, അമ്മേ എല്ലാം ഓക്കെ ആണോ? അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നുള്ള ആ ഒരു സ്വരത്തിൽ ചോദിക്കുക. ഐ ആം ഓക്കെ ബട്ട് ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ എ വൈൽ, ഷീ റിപ്ലൈഡ്. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പക്ഷെ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് അവന്റെ അമ്മ പറഞ്ഞു. മിഥുൻ ഫെൽറ്റ് എ ബിറ്റ് സോറി. അപ്പൊ അവൻ ടോട്ടലി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിലെത്തി. അവൻ വിഷമിച്ചിരിക്കുക. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് മദർ. അപ്പൊ അവനിങ്ങനെ പറയുക, ഹി തോട്ട്, അതായത് അവനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ എന്റെ അമ്മയെ ഒന്ന് സഹായിക്കണമായിരുന്നു. ഷുഡ് ഹാവ്, അതായത് സഹായിക്കണമായിരുന്നു. ഹി ഫെൽറ്റ് വെരി ഗിൽറ്റി. ഗിൽറ്റി മീൻസ് അവന് കുറ്റബോധം. അപ്പോ അവന് അങ്ങനെ ഇരുന്നപ്പോ അവന് കുറ്റബോധം തോന്നി. കാര്യം അവന്റെ അമ്മയെ സഹായിക്കണമായിരുന്നു, പക്ഷെ അവൻ സഹായിച്ചില്ല, അതുകൊണ്ട് അവന് കുറ്റബോധം തോന്നി. ഹി ഗോട്ട് അപ്പ് ആൻഡ് വെന്റ് ടു ദ കിച്ചൺ. അവൻ ഉടനെ എണീറ്റിട്ട് അവൻ നേരെ കിച്ചണിലേക്ക് പോയി. ഹി ക്ലീൻഡ് എവരി പാൻ ആൻഡ് പോട്ട്. അവിടെ ഇരുന്ന പാത്രങ്ങൾ എല്ലാം തന്നെ അവൻ ക്ലീൻ ചെയ്തു വെച്ചു. ഹി വാഷ്ഡ് ഓൾ ദ ഡിഷസ് ആൻഡ് സ്ക്രബ്ഡ് എവറി ലിറ്റിൽ സ്പോട്ട്. അപ്പോ ഈ നമ്മുടെ പ്ലേറ്റും ഇതേപോലെ ആ പരിസരവും എല്ലാം തന്നെ അവൻ ക്ലീൻ ആക്കി നന്നായിട്ട് കഴുകി വെടുപ്പാക്കി വൃത്തിയാക്കി വെച്ചു.
The kitchen looked very clean and seemed to sparkle. Sparkle means അവിടെ നല്ല തിളങ്ങി. അപ്പോ അവിടെ ഇത് അവൻ കഴുകി വൃത്തിയാക്കിയപ്പോ അതെല്ലാം നല്ല തിളക്കം ഉണ്ടായി, അല്ലെങ്കിൽ നല്ല വൃത്തിയായി നല്ല ക്ലീൻ ആയി അത് നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങി. മിഥുൻ വാസ് റിയലി ഹാപ്പി സിൻസ് ഹി ഹാഡ് മെയ്ഡ് എ ഡിഫറൻസ്. അപ്പോ അവന് ഭയങ്കര സന്തോഷം തോന്നി. എന്തുകൊണ്ടാ? അവൻ അടുക്കള ഇത് വൃത്തിയാക്കി അവൻ അങ്ങനെ ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷം തോന്നി. After a while, when Mithun's mother woke up and went to the kitchen to finish the rest of the work, she was really surprised. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അവന്റെ അമ്മ എണീറ്റു, എന്നിട്ട് കിച്ചണിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ട്? ടു ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്. അപ്പൊ ബാക്കി ജോലി ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ക്ഷീണം തോന്നിയത് കൊണ്ട് കിടക്കാൻ വേണ്ടി പോയത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ആ ബാക്കി വർക്കെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയി. അപ്പോഴാണ് ഷി വാസ് റിയലി സർപ്രൈസ്ഡ്. അപ്പോ അവര് ഇങ്ങനെ ഇത് എന്ത് പറയാൻ, ഒരു സർപ്രൈസ് ആയിട്ട് അവരവിടെ അങ്ങനെ നിൽക്കുക. എന്തുകൊണ്ടാ? ഷീ കുഡ് നോട്ട് ബിലീവ് ഹെർ ഐസ്. അപ്പോ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ദ കിച്ചൺ വാസ് സോ ക്ലീൻ. കിച്ചൺ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഷീ വാസ് വെരി ഹാപ്പി ദാറ്റ് ഹെർ സൺ ഹാഡ് ഹെൽപ് ഹെർ. അപ്പോ ഷീ വാസ് വെരി ഹാപ്പി. അവർക്ക് പെട്ടെന്ന് സന്തോഷം തോന്നി. എന്തുകൊണ്ട്? ദാറ്റ് ഹെർ സൺ ഹാഡ് ഹെൽപ്ഡ് ഹെർ. അപ്പൊ അവന്റെ അമ്മയെ അവൻ സഹായിച്ചതിൽ, അതായത് അവന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തുകൊണ്ട്? യവൻ അവന്റെ അമ്മയെ സഹായിച്ചു. അറിയാതെ തന്നെ അവൻ അവിടെ പോയി എല്ലാം ക്ലീൻ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചു. She went to Mithun's bed and hugged him. അപ്പോ എന്നിട്ട് അവൻ അവിടെ ഇത് കിടക്കാൻ പോയി. അവൻ എല്ലാം കഴിഞ്ഞിട്ട് അവൻ കിടക്കാൻ പോയി. അപ്പോ ഇവന്റെ അമ്മ എന്ത് ചെയ്തു? അവൻ വേഗം അവന്റെ റൂമിലേക്ക് പോയി, അവന്റെ ബെഡിലേക്ക് പോയി. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു മൈ ഡിയർ ഫോർ കെയറിങ് മീ സോ മച്ച്. എന്നിട്ട് അവന്റെ അമ്മ അവനെ നന്ദി പറയുക. താങ്ക് യു, കാരണം അവന്റെ അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് അവൻ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് അവനോട് നന്ദി പറയുക. എന്തുകൊണ്ട്? ഇത്രയും കരുതലിനും സ്നേഹത്തിനും നന്ദി പറയുക. യു ആർ റിയലി എ നൈസ് ചൈൽഡ്. നീ നല്ലൊരു കുട്ടിയാണ്. Mithun understood then that helping others make them happy and it makes one happy too. അപ്പോ അങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഇതിന്റെ ഈ ഒരു ഗുണപാഠം എന്ന് പറയാം, നമുക്കൊരു മോറൽ ലെസൺ എന്ന് പറയാം. Mithun understood അപ്പോ that helping others make them happy and it makes one happy too. അതായത് ഈ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അവർക്കും സന്തോഷം ലഭിക്കും. അത് മാത്രമല്ല, അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോ നമുക്കും സന്തോഷം ഉണ്ടാവും. മനസ്സിലായോ? കുഞ്ഞുകഥ, നമുക്കൊരു മോറൽ ലെസൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞുകഥയായിരുന്നു. ഓക്കെ, നമുക്ക് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മെയിൻ കഥയിലേക്ക് നമുക്ക് പോകാം. ഹൗ ഡിഡ് മിഥുൻ ഹെൽപ് ഹിസ് മദർ? എങ്ങനെയാണ് മിഥുന്റെ അമ്മയെ സഹായിച്ചത്? എങ്ങനെയാണ്? Sir, Mithun cleaned every pan and pot. Every pan and pot. He cleaned every pan and pot, and he also washed the dishes and scrubbed every little pot. അപ്പൊ എല്ലാ സ്ഥലവും അവൻ ക്ലീൻ ആക്കി, അവൻ പാത്രങ്ങളും എല്ലാം കഴുകി എല്ലാം ക്ലിയർ ചെയ്ത് വച്ചു. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അടുത്ത ആൻസർ പറയേണ്ടത് if you were in the Mithun's place, what would you do? നീ ആയിരുന്നു ഇപ്പൊ മിഥുന്റെ സ്ഥാനത്തെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? സർ കേട്ടില്ല, ഒന്നുകൂടെ പറയോ? ഇപ്പൊ നീ ആയിരുന്നു, ഇപ്പൊ മിഥുന്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? ക്ലീൻ ചെയ്യാൻ സർ. കള്ളം പറയാതെ. നീ ഒന്നുകൂടെ ഇതിലേക്ക് 2 സിനിമയും കൂടെ ആ സമയം കണ്ടു തീർക്കൂലേ?
നീ 2 സിനിമയും കൂടെ ആ സമയം കൊണ്ട് കണ്ടു തീർക്കൂലേ? Yes, sir. ആ കണ്ട, അപ്പൊ സഹായിക്കാൻ പോവില്ല. അപ്പൊ അങ്ങനെ എഴുതിയാ മതി. ദിയോ, നീ എന്ത് ചെയ്യുമായിരുന്നു? പറ, നീ എന്ത് എന്ത് ചെയ്യുമായിരുന്നു? പാത്രം കഴുകായിരുന്നു. ചുമ്മാ പറയല്ലേ, ഇല്ല കള്ളം പറയല്ലേ. ഇല്ല, ഞാൻ കഴുകിയിട്ടുണ്ട്. അങ്ങനല്ല. ഓക്കെ, അപ്പൊ ഓക്കെ. പക്ഷെ പാത്രം കഴിവെന്നുള്ള ആ ഒരു ഇതല്ല. ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നീ അമ്മയെ ഹെൽപ്പ് ചെയ്യും, അതാണ് ചോദ്യം. ഹെൽപ്പ് ചെയ്യോ? ഓക്കെ. ആഷ്നയോ? ഓക്കെ. ആരാ ഒരു മിനിറ്റ്? സാർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഹി ക്ലീൻ. സാർ, ഞാൻ ദിയോ പറഞ്ഞു മനസ്സിലായി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ, ഹൗ ഡിഡ് മിഥുൻ ഹെൽപ്പ് ഹിസ് മദർ? ആൻഡ് ആൻസർ ഹി ക്ലീൻ എവരി പാൻ ആൻഡ് പോട്ട്. ഇതുവരെ ഉള്ളൂ സാർ എന്റെ ആൻസർ. ഇല്ലടാ, അത് കഴിഞ്ഞിട്ടുള്ളതും ഉണ്ട്. എവരി സ്പോട്ട് ഇതുവരെ ഉണ്ട്. ഇപ്പൊ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതുവരെ ഉണ്ട് എന്റെ ആൻസർ. മാർക്ക് ചെയ്തോളണേ. ലിറ്റിൽ സ്പോട്ട് വരെയോ? ലിറ്റിൽ സ്പോട്ട് വരെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. നിങ്ങൾ ആ സമയം നിങ്ങൾ ഇത് കളിക്കുമായിരുന്നെങ്കിൽ, കളിക്കാൻ പോകുമായിരുന്നെങ്കിൽ അങ്ങനെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹി ക്ലീൻഡ് തൊട്ടല്ലേ? അതെ അതെ, ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ യെല്ലോ കളർ. രണ്ടാമത്തെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, അടുത്ത്. ഡു യു തിങ്ക് ഈസ് എ നൈസ് ചൈൽഡ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിഥുൻ നല്ലൊരു കുട്ടിയാണെന്ന്? എന്തുകൊണ്ടാ? അമ്മയ്ക്ക് വയ്യായിരുന്നപ്പോഴാണ് ജോലികളെല്ലാം ചെയ്തു. അപ്പൊ അവന്റെ അമ്മയ്ക്ക് പാത്രം കഴുകി സഹായിച്ചു. Right. When her mother was sick, or when she felt tired, he helped his mother. Okay. അടുത്ത 4. Do you help your parents in household work? നിങ്ങൾ നിങ്ങളുടെ അമ്മയോ അല്ലെ അച്ഛനെയോ സഹായിക്കാറുണ്ടോ? വീട് ക്ലീൻ ആക്കാനും എല്ലാത്തിനും. അപ്പൊ സഹായിക്കുന്നവർ മാത്രം എസ് എഴുതുക, അല്ലാത്തവരൊക്കെ നോ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലുള്ള ആ ഒരു മോറൽ ലെസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഹെൽപ്പിംഗ് അതേഴ്സ് മേക്ക് ദം ഹാപ്പി ആൻഡ് ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു. സർ, മൂന്നാമത്തെ ആൻസർ എന്താ? അല്ലേ? because he helped her mother when she was tired of household work. അതായത് ടെക്സ്റ്റിൽ അങ്ങനെയല്ല, നമുക്കത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എഴുതാനേ പറ്റത്തുള്ളൂ. കാരണം എന്താ? ഞാൻ പറയാം. He helped her mother. He ആണോ? He അല്ല സർ. He helped. ടീച്ചർ, സാർ അത് ഏതിന്റെതാണ്? മൂന്നാമത്തെ. He helped his mother. സാർ, പറഞ്ഞു. അതിന്റെ ആൻസർ എന്താ? ഏതിന്റെയാ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആൻസർ? Help
his mother when he was tired അതുകൊണ്ട് നമുക്ക് എസ് എന്ന് കൊടുക്കാം. Yes. സാർ ഇത് എത്രാത്തന്റെ സാർ ഇപ്പൊ വരച്ച് കാണിച്ചത്? ഞാനിപ്പോ വരയ്ക്കുന്നല്ല, ഇത് നോക്കിക്കോ. ഞാനിപ്പോ ഈ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യനോട് ചേർത്ത് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ആൻസർ. കാണാൻ പറ്റുന്നുണ്ടോ? എന്റേത് ഒന്ന് ലാർജ് ചെയ്ത് നോക്കിയോ, ഒന്ന് സൂം ചെയ്ത് നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. He helped his mother when she was tired of household work. അപ്പൊ സർ നാലാമത്തെ ആൻസറോ? അത് നിങ്ങൾ എഴുതേണ്ടതാ. അതായത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങളുടെ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ സഹായിക്കാറുണ്ടോ? അപ്പൊ സഹായിക്കുന്നത് എസ് എന്ന് എഴുതണം, അല്ലെങ്കിൽ അതെ എസ് എസ് ആണെങ്കിൽ എസ് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഓക്കെ ആണോ? എഴുതിക്കോ. ഞാൻ സഹായിക്കല്ല അമ്മ. അതാണ് കണ്ടോ, എടാ അവിടെ നിന്ന് ആൻസർ വന്നത് കണ്ടോ, നീ എപ്പോഴും സഹായിക്കുമെന്ന്. അയ്യോ, അപ്പൊ അതിലൊന്ന് മനസ്സിലാക്കാം നീ സഹായിക്കില്ലെന്ന്. ഓക്കെ, അപ്പൊ അത്ര തന്നെയാണ് ആൻസർ. നമുക്കപ്പോ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ നാലാത്തത് ജോലി ചെയ്യുമെങ്കിൽ എസ് എന്ന് എഴുതിയാൽ മതിയോ? ജോലി ചെയ്യുമെങ്കിൽ എസ് എന്ന് എഴുതുക, ജോലി ചെയ്യൂല എങ്കിൽ നോ എഴുതുക. സത്യസന്ധമായിട്ട് എഴുതിയാൽ മതി. ആരും നിങ്ങളെ ഇത് സത്യസന്ധമായിട്ട് എഴുതി നോ എന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ കളിയാക്കൂല, അല്ലെങ്കിൽ ആരും നിങ്ങളെ അടിക്കൂല, ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നോ എഴുതുന്നതിൽ പേടിക്കേ വേണ്ട. ഓക്കെ. So അപ്പൊ അത് അത്ര എഴുതിയോ? എഴുതി സർ. എന്താ ആരോ എന്തോ പറഞ്ഞല്ലോ? ഓക്കെ, എന്തായാലും നോക്കാം. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കിപ്പോം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഹാപ്പി പ്രിൻസ്, നമ്മുടെ സന്തോഷവാനായ രാജകുമാരൻ. പുള്ളിക്കാരൻ എന്തുകൊണ്ട് സന്തോഷമായെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് സന്തോഷവാനായ രാജകുമാരനായതെന്നോ എന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കാം. തുടങ്ങാം. There was a prince in a far away land who was always happy. അപ്പൊ ദൂരെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. മ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഹു വാസ് ഓൾവേസ് ഹാപ്പി. അപ്പൊ പുള്ളിക്കാരൻ എപ്പോഴും നല്ല സന്തോഷവാനായ രാജകുമാരൻ ആയിരുന്നു. When he died, the courtiers of the palace made the statue of the happy prince and put it up high in the town. അപ്പോ നമ്മുടെ രാജസദസ്സിൽ ഉണ്ടായിരുന്നവരൊക്കെ കൂടെ എന്ത് ചെയ്തു? അവര് ഈ രാജകുമാരൻ മരിച്ച സമയത്ത് നമ്മുടെ ഈ ഒരു ഹാപ്പി പ്രിൻസിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി, എന്നിട്ട് ആ ടൗണിലെ ഏറ്റവും പൊക്കം കൂടിയ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അവിടെ നിന്ന് അപ്പോ ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പൊ ആ പ്രതിമ എന്താണ്, എങ്ങനെയാണ്, ഏതാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മള് ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാം. High above the city, on a tall column, stood the statue of the happy prince. അപ്പോ
ഈ പ്രതിമ ഇപ്പോ നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ കൊണ്ടൊക്കെ വെച്ചു, പ്രതിമയൊക്കെ നല്ല പൊക്കമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചു. അപ്പോ ഹൈ അബോവ് ദ സിറ്റി, നമ്മുടെ ആ ഒരു സിറ്റിയെക്കാളും ആ ഉയർന്ന ആ ഒരു പ്രദേശത്ത് ഓൺ എ ടോൾ കോളം, നമ്മളെ ഒരു ഈ സ്തൂപം എന്നൊക്കെ പറയത്തില്ല, അതായത് ഏറ്റവും പൊക്കത്തിൽ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. അപ്പോ അതിന് മുകളിലായിട്ട് അവർ ഏറ്റവും പൊക്കത്തില് നമ്മുടെ ഈ ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ കൊണ്ടുവച്ചു. He was gilded all over with fine leaves of fine gold. സർ ക്യാമറ ഓഫ് ആക്കട്ടോ? എന്ത് പറ്റി? മൊബൈൽ ആയതുകൊണ്ട് കേൾക്കാൻ പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഓഫ് ചെയ്തു. ഓക്കെ, അത് അൻസക്ക് അസിനും വേണ്ടി മാത്രമാണ്, ബാക്കിയുള്ളവരൊക്കെ ക്യാമറ ഓൺ ആക്കി. ഓക്കെ, ആ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളവർ മാത്രം ക്യാമറ ഓഫ് ആക്കുക, ബാക്കിയുള്ളവരൊക്കെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, he was gilded all over with leaves of fine gold. അപ്പോ നമ്മുടെ ഈ പ്രതിമയുടെ ശരീരം മുഴുവൻ അല്ല എങ്കിൽ ആ ഒരു അത് പൊതിഞ്ഞിരുന്നത്, അതാണ് ഗിൽറ്റഡ്, അതായത് അതുകൊണ്ട് പൊതിഞ്ഞിരുന്നത് ഫുള്ളായിട്ട് നമ്മുടെ ഗോൾഡ് കൊണ്ടായിരുന്നു, നമ്മുടെ സ്വർണം കൊണ്ടുള്ള ഇലകളായിരുന്നു പതിപ്പിച്ചിരുന്നത്. For eyes he had 2 bright sapphires and a large red ruby glowed on his sword hilt. Sword hilt എന്ന് പറയുന്നത് നമ്മുടെ ഈ വാളിന്റെ ആ ഒരു പിടി, ആ ഒരു വാളിന്റെ പിടി എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? ഒരു രത്നങ്ങളും ഇന്ദ്രനീല കല്ലുകളും ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഇന്ദ്രനീലം എന്ന് പറയുന്നത് സഫയർ, അതായത് ഇന്ദ്രനീലം, അത് ഒരു രത്നം പോലെ തന്നെ ഒരു സാധനമാണ്. അപ്പോ ആ രത്നവും പിന്നെ അടുത്ത് റെഡ് റൂബി, അതും രത്നത്തിൽ പെടുന്നതാണ്. അപ്പൊ അത് രണ്ടും കൂടെ വെച്ച് നല്ല തിളക്കമായിരുന്ന ഒരു വാള് പിടിച്ചും കൊണ്ട്, സ്വാഡ് മീൻസ് വാളും പിടിച്ചും കൊണ്ടാണ് നമ്മുടെ ആര് നിൽക്കുന്നത്? നമ്മുടെ രാജകുമാരന്റെ പ്രതിമ നിൽക്കുന്നത്. ഹി വാസ് വെരി മച്ച്, നമ്മുടെ ഈ ഒരു ഫോട്ടോ നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഈ ഒരു സ്തൂപം കൊണ്ട് എന്നിട്ട് ഇത് നമ്മുടെ പുള്ളിക്കാരൻ നിൽക്കുന്ന ഒരു വാളൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? അപ്പൊ വാളിന്റെ അറ്റത്തുള്ള കാര്യമാണ് ഈ ഒരു പറഞ്ഞത്. ഓക്കെ, he was very much admired indeed. അപ്പോ എല്ലാവരും admired, അതായത് എല്ലാവരും ആ പ്രതിമ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ അല്ലെങ്കിൽ ആദരവോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ബി ലൈക്ക് ദ ഹാപ്പി പ്രിൻസ്, അപ്പോ അവര് എപ്പോഴും പറയും, എപ്പോഴും നമ്മുടെ പ്രിൻസിനെ പോലെ, ഹാപ്പി പ്രിൻസിനെ പോലെ ആയിരിക്കുക. ഹി നെവർ ക്രൈസ് ഫോർ എനിത്തിങ്, അവൻ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കരയില്ല, ഒന്നിനും വേണ്ടി കരയില്ല. അവൻ എല്ലാ കാര്യത്തിനും നമുക്ക് സന്തോഷവാനായിട്ട് എല്ലാ കാര്യം സന്തോഷത്തോടെ കണ്ടിരുന്ന ഒരാളായിരുന്നു നമ്മുടെ ഹാപ്പി പ്രിൻസ്. Said a mother to her little boy who was crying for the moon. അപ്പോ അതാരാ പറഞ്ഞത്? ഒരു അമ്മ ആ അമ്മയുടെ മോനോട് പറഞ്ഞതാണ്. എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞു? When her little boy was crying for the moon, അതായത് നമ്മുടെ ആ ബോയ് മൂണിന് വേണ്ടിയിട്ട്, ചന്ദ്രനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതായത് ചന്ദ്രൻ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങളായാലും കൊച്ചിലേക്ക് കരഞ്ഞിട്ടില്ലേ ചന്ദ്രനെ പിടിച്ച് അല്ലെ അമ്പിളി മാമനെ പിടിച്ചു തരാനൊക്കെ പറയുന്നത്? അപ്പൊ അതുപോലെ നമ്മുടെ ഈ കുട്ടിയും, ഇവിടെ ഉള്ള ഈ ഒരു കുട്ടിയും ഇത് അമ്പിളി മാമനെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ ആ അമ്മ പറഞ്ഞതാണ്, നമ്മുടെ പ്രിൻസിനെ പോലെ ആയിരിക്കുക, അവൻ ഒരിക്കലും ഒന്നിനു വേണ്ടി കരഞ്ഞിട്ടില്ല, അവൻ എപ്പോഴും സന്തോഷവാനായിരിക്കും, എല്ലാ കാര്യത്തിനും അവൻ സന്തോഷവാനായിരിക്കും, ഒരിക്കൽ പോലും അവൻ കരഞ്ഞിട്ടില്ല. I am glad there is someone in the world who is quite happy, muttered a disappointed man. അപ്പോ ഇങ്ങനെ വാശി പിടിച്ച് കരയുന്ന ആ ഒരു മോനും ആ ഒരു അമ്മയും, അതാണ് ഇപ്പൊ സീനിലുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഒരാള് മട്ടേഡ്, അതായത് ഇങ്ങനെ പിറുപിറുത്തോണ്ട് പോവേ, ഐ ആം ഗ്ലാഡ് ദർ ഈസ് സമൺ ഇൻ ദ വേൾഡ് ഹു ഈസ് ക്വൈറ്റ് ഹാപ്പി. എനിക്ക് സന്തോഷമുണ്ട്, എന്തിനു വേണ്ടിയിട്ടാ? അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും ഈ ലോകത്ത് സന്തോഷവാനായി ഉണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷം ഉണ്ട്. അല്ല എങ്കിൽ
ഇപ്പൊ നമ്മുടെ സമൂഹത്തില് പലരും സന്തോഷവാനായിരിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് ഇങ്ങനെ ഒരു ഡിസപ്പോയിന്റഡ് മാൻ, അതായത് ഒരു നിരാശപ്പെട്ടിരുന്ന എന്തോ കാര്യത്തെ ഓർത്ത് നിരാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ആള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നെക്സ്റ്റ് പേജ്. അപ്പൊ ഇതിൽ രണ്ടിലുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എടുത്തിട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ പീപ്പിൾ അഡ്മയർ ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസ്? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഹാപ്പി പ്രിൻസിന്റെ ആ ഒരു പ്രതിമ കണ്ടിട്ട് എല്ലാരും അഡ്മയർഡ്, അതായത് ആദരവോടെ നോക്കി നിന്നത്? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഹാപ്പി പ്രിൻസ്, അതായത് പ്രിൻസിന്റെ ആ ഒരു പ്രതിമ കണ്ടിട്ട് എല്ലാരും എന്തോ അത് ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അനക്ക എന്തുകൊണ്ടായിരിക്കും നമ്മുടെ എല്ലാരും നമ്മുടെ ഈ ഒരു പ്രിൻസിന്റെ ആ ഒരു പ്രിൻസിനെ കണ്ടിട്ട് എല്ലാരും ആദരവോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അറിയാവോ? ഇല്ല സർ. ഓക്കെ, മനീഷ് എന്തുകൊണ്ടായിരിക്കും? The statue was built all over with caves of fine gold. എടാ, അതെന്ന് പറയുന്ന ആ പ്രതിമ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ്. പക്ഷെ എല്ലാരും ഒരു ആദരവോടെ അല്ലെ സ്നേഹത്തോടെ ആ ഒരു സന്തോഷവാനായ ആ ഒരു രാജകുമാരന്റെ ആ പ്രതിമ എല്ലാരും ആരാധിച്ചു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആരാധിക്കാൻ കാരണം? അഫ്സൽ പറ. He was very much admired in needed be like the happy prince. എടാ, അതെന്ന് പറയുന്ന അത് ആ അമ്മ ആ കുഞ്ഞിനോട് പറയുക, അതായത് ആ കുഞ്ഞ് പറയുക, എനിക്ക് മൂണിനെ പിടിച്ചേർന്നോ അല്ലെ അമ്പിളിമാവനെ പിടിച്ചേർന്നോ എന്ന് പറഞ്ഞപ്പോ ആ അമ്മ അവനോട് പറഞ്ഞതാണ് പ്രിൻസിനെ പോലെ ആയിരിക്കുക എന്ന്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? അല്ല എങ്കിൽ അല്ലെ പോട്ടൊക്കെ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നമുക്ക് ഇതിൽ പറയാം. പ്രിൻസിനെ പോലെ ആയിരിക്കുക എന്ന് പറയാൻ കാര്യം എന്തായിരിക്കും? പറയും. സാർ, എനിക്ക് വളരെ ഈസി ആയിട്ട് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. പറയും. He is always happy. Yeah, because he is always happy. He seems always happy and he never had sorrow. അല്ല എങ്കിൽ അവൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല എല്ലാ കാര്യത്തിലും. ഹി നെവർ ക്രൈസ് ഫോർ എനിത്തിങ്, അതായത് അവൻ ഒരിക്കലും ഒന്നിനു വേണ്ടി കരഞ്ഞിട്ടില്ല. അവൻ എപ്പോഴും ഹാപ്പി ആയിരുന്നു. അതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. ബിക്കോസ് ഹി വാസ് എ ഹാപ്പി പ്രിൻസ്, സന്തോഷവാനായ ഒരു രാജകുമാരൻ ആയിരുന്നു. അതുകൊണ്ടാണ് എല്ലാരും നല്ല സന്തോഷവാനായ രാജകുമാരനായിരുന്നു, അവനെ കുറിച്ച് പറയുന്നു, അവനെ കുറിച്ച് ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവനെ കുറിച്ച് അവനെ പോലെ ആവണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്തത്. സർ, ആൻസർ ഒന്ന് പറയൂ. ഓക്കെ, ആൻസർ ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. വെയിറ്റ് ചെയ്തോ. Because സാർ, അതിന്റെ ഉത്തരമാണ് എന്തോ സാർ ഇത്? Okay. ഞാൻ സ്പീഡിൽ ടൈപ്പ് ചെയ്തപ്പോ മിസ്റ്റേക്ക് ആട്ടോ.
Okay, believed that the prince was always happy and had no sorrows. Okay, wait. Okay, ഇതാണ് ആൻസർ. അത്ര തന്നെ, അത്രയും മതി. എന്തായാലും ഞാനിത് ഈ PDF ഞാൻ ഇത് രണ്ടിന്റെ അയച്ചു തരും കേട്ടോ, പേടിക്കണ്ട. ഞാൻ ഈ ടൈപ്പ് ചെയ്തത് ഇതേപോലെ ഞാൻ ഇതിന്റെ PDF ഞാൻ അങ്ങ് അയച്ചു തരാം. ഓക്കെ. Pick out the sentences that show people's admiration for the happy prince. അപ്പോ ആൾക്കാരെ നമ്മുടെ ഈ രാജകുമാരൻ, സന്തോഷവാനായ രാജകുമാരനോടുള്ള ആരാധന കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അഡ്മിറേഷൻ കാണിക്കുന്ന സെന്റൻസ് ഇതിൽ എവിടെയാണെന്ന് നോക്കി മാർക്ക് ചെയ്യുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാ? പറയ്. I am glad there is someone in the world who is quite happy. Quiet, ക്വിറ്റ് എന്നല്ല, ക്വയറ്റ് എന്നാണ്. അതൊക്കെ ഓക്കെ, അത് ആൻസർ ശരിയാണ്. He never cries for anything. Yeah, exactly. അപ്പോ ഇതും രണ്ടിന്റെ ആൻസർ ആണ്. ബി ലൈക്ക് പ്രിൻസ്, ഇത് രണ്ടിന്റെ ആൻസർ ആണ്. ഓക്കെ, ഈ യെല്ലോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് രണ്ടിന്റെ ആൻസർ ആണ്. സാർ, രണ്ടാമത്തെ ഇതിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഏതാണ്? ആദ്യം എഴുതേണ്ട ഏതാണ്? രണ്ടും, അതായത് രണ്ട് സെന്റൻസ് നമ്മൾ പിക്ക് ചെയ്യുന്നു. അപ്പൊ ഏത് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ സർ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോണോ അതോ നാളെ എടുത്താൽ മതിയോ? സമയമുണ്ട് സാർ, എടുത്തോ സാർ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞാ പിന്നെ എനിക്ക് കുഴപ്പമില്ല. The little swallow. What do you mean swallow? Swallow എന്തുവാ? അനക്ക് എന്താ പറഞ്ഞേ? ഓക്കെ, എന്താ സ്വാലോയുടെ മീനിങ്? മനീഷ്, കൃഷ്ണജിത്ത്, അദ്വൈത്, ഋഷികേഷ് എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. സ്വാലോയുടെ മീനിങ് അറിയാവോ? കുരുവി, ഒരു ചെറു കുരുവി, അതാണ് അടുത്തത്. അപ്പൊ നമ്മുടെ കുരുവിക്ക് എന്ത് പറയാനുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. One night there flew over the city a little swallow. അപ്പോ ഒരു ദിവസം, ഒരു രാത്രി നമ്മുടെ കുരുവി, ഒരു കുഞ്ഞു കുരുവി ആ സിറ്റിയുടെ മുകളിലൂടെ പറന്നു പോവുകയായിരുന്നു. His friends had gone away to Egypt to save themselves from the approaching winter. അപ്പോ ആ കുരുവിയുടെ കൂട്ടുകാരെല്ലാം എല്ലാരും ഈജിപ്തിലേക്ക് പോയി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈജിപ്തിലേക്ക് പോവാ? ബിക്കോസ് ടു സേവ് ദംസെൽഫ് ഫ്രം ദ അപ്രോച്ചിങ് വിന്റർ. അപ്പോ അടുത്ത വിന്റർ, നല്ല തണുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ തണുപ്പ് കാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെല്ലാരും ഈജിപ്തിലേക്ക് പോയി. Where shall I stay? He asked himself. അപ്പൊ നമ്മുടെ കുരുവി സ്വയമേ ചോദിക്കുക, ഞാൻ എവിടെ സ്റ്റേ ചെയ്യും? എനിക്ക് എവിടെ താമസിക്കാൻ പറ്റും? Then he saw the statue on the tall column. അപ്പോ ആ ഒരു സ്തൂപത്തിന്റെ മുകളില് ഒരു വലിയൊരു സ്റ്റാച്യു നിൽക്കുന്നത് ആ കുരുവി കണ്ടു. I will stay there, he cried. അപ്പോ അവൻ ഇങ്ങനെ പറയുക, cried means അവനോട് പറയുക, ഞാന് അവിടെ താമസിക്കാം. I will stay there, ഞാൻ അവിടെ താമസിക്കാം.
he alighted just between the feet of the happy prince. അപ്പോ നമ്മുടെ ആ ഒരു കുരുവി എന്ത് ചെയ്തു? ആ കുരുവി അവിടെ ആ രാജകുമാരന്റെ കാലുകൾക്കിടയിൽ ആ ഒരു ഇവിടെ പിക്ചർ ഉണ്ടോ? കണ്ടില്ലേ? അതായത് അവരുടെ ആ ഒരു കാലുകൾക്കിടയിലായിട്ട് അവിടെ അപ്പോഴ് രാജകുമാരന്റെ ആ ഒരു പ്രതിമ മുകളിലേക്കുന്നുണ്ട്, നനയത്തില്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള ആ ഒരു തോന്നല് നമ്മുടെ കുരുവി അവിടെ നിൽക്കുക, അവിടെ താമസിക്കാം എന്ന് വെച്ചു. I have a golden bedroom, he said. അപ്പോ കുരുവി പറയാ, ഐ ഹാവ് എ ഗോൾഡൻ, എനിക്കിന്ന് ഇത് നമ്മുടെ സ്വർണത്തിലുള്ള ഒരു കട്ടിൽ തന്നെ, അല്ലെങ്കിൽ സ്വർണത്തിലുള്ള ഒരു റൂം തന്നെ എനിക്കിന്ന് ഉണ്ട്. When he put his head under his wing, a large drop of water fell on him. അപ്പോ പിന്നീട് എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു കുരുവി കിടക്കാനായിട്ട് ഒരുങ്ങി. എന്നിട്ട് അവന്റെ ആ ഒരു വിങ്സിന്റെ അടിയിൽ, അതായത് ആ കുരുവികള് അറിയാലോ, ചിറകിന്റെ അടിയിൽ തലയൊക്കെ വെച്ച് ആ ഒരു ഇതിലേക്ക് കയറി കിടക്കുക, അല്ലെങ്കിൽ വിശ്രമിക്കുക. അപ്പൊ അങ്ങനെ വിശ്രമിക്കാനായിട്ട് പോയപ്പോൾ എ ലാർജ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹിം. അപ്പൊ ഒരു വലിയൊരു തുള്ളി വെള്ളത്തുള്ളികൾ അവന്റെ തലയിലേക്ക്, അല്ലെങ്കിൽ അവന്റെ തലയിലേക്ക് വീഴാൻ തുടങ്ങി, അല്ലെ അവന്റെ ദേഹത്തേക്ക് വീഴാനായിട്ട് തുടങ്ങി. അപ്പോ what a curious thing, he cried. അപ്പൊ എന്താ അവൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, എന്തോ ഒരു വിചിത്രമായ ഒരു കാര്യമാണല്ലോ ഇത്, എന്താ ഇത്? There is not a single cloud in sky. The stars are quite clear and bright, and yet it is raining. അപ്പൊ അവൻ ഇങ്ങനെ ആലോചിക്കുക, ഇവിടെ ആണെങ്കിലും ഇത് മേഘങ്ങളൊന്നുമില്ല, കറുത്ത മഴയ്ക്കാണെങ്കിലും മേഘങ്ങളൊന്നുമില്ല, ഇത് നമ്മുടെ ക്ലൗഡ് എല്ലാം നല്ല ക്ലിയർ ആണ്, സ്കൈ നല്ല ക്ലിയർ ആണ്, മേഘങ്ങളൊന്നുമില്ല എന്ന് നല്ല തെളിച്ചമുണ്ട്. എന്നിട്ടും ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്? എന്നിട്ടും ഇങ്ങനെ ഈ കാർമേഘങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ മഴ പെയ്യുകയാണോ എന്നാണ് അവനിങ്ങനെ ആലോചിക്കുന്നത്. Then another drop fell. അപ്പോ അതവൻ ഇങ്ങനെ വിചാരിച്ച് തീർന്നില്ല, അടുത്തൊരു തുള്ളി വെള്ളം കൂടെ അവന്റെ ദേഹത്ത് വീഴുന്നു. I must look for another place, he said, and was about to fly away. അപ്പോ അവൻ ഇങ്ങനെ മനസ്സിൽ പറയുക, ഇവിടെ ഏതാ വെള്ളമൊക്കെ വീഴുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് എന്തായാലും വേറൊരു സ്ഥലം ഇനി കണ്ടുപിടിക്കണം. കാര്യം ഇവിടെ ഏതാ വെള്ളം വീഴുന്നു, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, മഴയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല, വെള്ളം വീഴുന്നു. He said and was about to fly away. അവൻ ഇങ്ങനെ പറക്കാനായിട്ട് ഒരുങ്ങുക. But before he had opened his wings, a third drop fell, and he looked up and saw. Okay. But before he had opened his wings, അപ്പോ എന്നിട്ട് അവൻ പറക്കാനായിട്ട് ചിറകുകളൊക്കെ വിടാനായിട്ട് ഇങ്ങനെ പോയ സമയത്ത് എന്ത് പറ്റി? A third drop fell. ഉടനെ തന്നെ ഒരു മൂന്നാമത്തെ തുള്ളി വെള്ളവും അവന്റെ തലയിലേക്ക് വീണു. And he looked up and saw. അപ്പോ എന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കിയപ്പോ അവൻ ഇങ്ങനെ അതിശയിച്ചു പോയി. ഓക്കെ, എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ചാപ്റ്റർ, ഇതിപ്പോ ചാപ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, ഓരോ പേജും നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് കണ്ടിന്യൂ ചെയ്യാം. The tears. The eyes of the happy prince were filled with tears. അപ്പോ എന്തായിരിക്കും ഇപ്പൊ നമുക്ക് അടുത്ത ടീയേഴ്സ് ആണ്. അപ്പൊ എന്തായിരിക്കും ആ കിളിയുടെ ദേഹത്തേക്ക് വീണത്? പ്രിൻസിന്റെ കണ്ണീരായിരിക്കും. ഓക്കെ, നമുക്ക് അത്രയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. Have you seen birds making nest? Where do they nest? അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കുരുവികള് കൂട് കൂട്ടുന്നത് കണ്ടിട്ടുണ്ടോ? കുരുവികൾ കൂട് കൂട്ടുന്നത്? ആരാ കണ്ടിട്ടുള്ളേ? എവിടെയാ കണ്ടിട്ടുള്ളേ? അമ്മാമ്മയുടെ വീട്ടില് കുരുവി കൂട് വെച്ചോ? ഓക്കേ,
അവ ഓക്കെ, അപ്പൊ എവിടെയാണ് ഇപ്പൊ വീട്ടിന്റെ എവിടെയാണ് അവര് ആ കൂട് വെച്ചത്? സർ വീട്ടിൽ വേപ്പ് മരത്തിലാണോ? മരത്തില് ആണോ? എവിടെ? ഓക്കെ, നിങ്ങള് ഇത് കാക്കക്കൂട് കണ്ടിട്ടുണ്ടോ? കാക്കയൊക്കെ മരത്തിന്റെ മുകളിൽ ചില്ലയിലൊക്കെ ഇങ്ങനെ കൂട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്റെ വീട്ടിലുണ്ട് സർ. ആഹാ, നിന്റെ വീട്ടിൽ എവിടെയാണ്? കോട്ടറിലുണ്ട്. ആഹാ, കൊള്ളാലോ. അപ്പൊ അതാണ്. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ മരങ്ങളുടെ ചില്ലയില് അല്ലെങ്കിൽ മാവ്, പ്ലാവ്, അല്ലെങ്കിൽ പല പല മരങ്ങള് അതിന്റെയൊക്കെ മുകളിൽ ഇങ്ങനെ കൂട് വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇപ്പൊ ചില കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ, അതിന്റെ ആ ഒരു മച്ചില് കൂട് വയ്ക്കാം. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് എഴുതാം. ഇപ്പൊ നിങ്ങൾ എഴുതേണ്ടതാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് വീടിന്റെ ഫ്രണ്ടിലുള്ള ഇത് മാവിലെന്നോ എന്തെങ്കിലും എഴുതാം. എന്തെഴുതാം? എസ് എന്ന് എഴുതാമല്ലോ. എവിടെ സർ? സ്ക്രീൻ കാണാവോ? സർ. കുറച്ച് നീക്കി വെക്കോ, കണ്ടൂടാ സാർ. ഇപ്പോഴോ? കണ്ടൂടാ സാർ, ലെഫ്റ്റില്. അമ്മാതി സാർ. ഇപ്പൊ കാണാവോ? ഇത് പേടിക്കണ്ട കേട്ടോ, ഞാനിത് അയച്ചു തരും. നല്ലൊരു PDF ഞാൻ ഇതേ സാധനം തന്നെ ഞാൻ അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ സാർ? അത്രയും മതി. നമുക്ക് എന്തിനാണ് വലിയ വലിയ ആൻസർ, കുഞ്ഞു ആൻസർ പോരെ. അടുത്ത, why did the swallow decided to stay between the feet of the statue? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ കുരുവി ഈ നമ്മുടെ ഈ സ്റ്റാച്യുവിന്റെ ആ ഒരു ഫീറ്റിന്റെ അകത്ത്, അല്ലെങ്കിൽ രാജഗോപാലിന്റെ ആ ഒരു കാലിന്റെ ആ ഒരു ഇടയിലായിട്ട് കിടക്കാനായിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചു? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും സാർ? സ്വാലോസിന്റെ കൂടെ ഇവിടെ വന്നൊരു സ്വാലോ ഇല്ലേ, അതിന്റെ കൂടെ കുറെ പക്ഷികളുണ്ടല്ലോ. ആ പക്ഷികള് ഈജിപ്തിലൊക്കെ പോയത് കൊണ്ട് അതിന് വേറെ സ്ഥലത്ത് പോകണമെന്നുള്ള ആഗ്രഹം കാണാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ വന്ന് താമസിച്ചത്. പക്ഷെ എടാ, അവരിങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ സ്ഥലത്ത് പിന്നെ താമസിക്കാം, അല്ലെങ്കിൽ അന്ന് രാത്രി എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്തുകൊണ്ടായിരിക്കും ആ സ്ഥലത്ത് പിന്നെ കിടക്കാം എന്നിങ്ങനെ തോന്നിയത്? എന്നിട്ട് ചിലപ്പോ അടുത്ത ദിവസം ചിലപ്പോ എന്താടാ വേറെ സ്ഥലം ഇല്ലാത്തോണ്ടായിരിക്കാം.
ഓക്കെ, സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. കാലന്റെ ഇടയിലായോണ്ട് മഴത്തുള്ളികളൊന്നും വന്ന് വീഴൂല. ഓക്കെ, സേഫ് ആയിരിക്കും. ഓക്കെ, മഴത്തുള്ളികളൊന്നും വീഴത്തില്ല. അപ്പോ സേഫ് ആയിരിക്കും എന്ന്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം. സാർ ഇതിവിടെ എന്റെ അടിയിലോട്ട് കേറിയിരുന്ന അതിന് വേറെ കുഴപ്പങ്ങളൊന്നും പറ്റില്ല. മഴയൊന്നും കൊള്ളുക, വെയിലും ഒന്നും ഇങ്ങനെയൊന്നും അടിക്കൂല. തണലായിരിക്കും നല്ല. ഓക്കെ ഓക്കെ, ആക്ച്വലി ഇവിടെ നമുക്കിവിടെ പറയുന്നുണ്ട്, നമുക്ക് ഓക്കെ നൈറ്റ് ആണ്. അപ്പൊ നൈറ്റ് ആണ് നമ്മുടെ ഇതിന് ഇത് ചെയ്യേണ്ടത്, എന്താ റെസ്റ്റ് എടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും, പ്രത്യേകിച്ച് നൈറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇത് പ്രത്യേകിച്ചും അവിടെ കിടന്നതിന് കാരണം. പിന്നെ നമുക്ക് പറയാം, ഇതാണെങ്കിൽ ഈ ഒരു ഇതിനെ കൺസിഡർ ചെയ്ത ഒരു ഗോൾഡൻ ബെഡ്റൂം ആയിട്ടാ. ഐ ഹാവ് എ ഗോൾഡൻ ബെഡ്റൂം, അതായത് നല്ല വിശാലമായിട്ട് വേറെ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം പോലെ, ഒരു രാജാവിനെ പോലെ നമുക്ക് ഒരു സ്വർണ്ണ കട്ടിലില് കിടന്നുറങ്ങാം എന്നുള്ള ആ ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവിടെ നമ്മുടെ ഈ ഒരു പക്ഷി അത് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. നമ്മളെ ചാറ്റ് ബോക്സിൽ കൂടെ ഒന്ന് പോയി, ചാറ്റ് ബോക്സിൽ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ ആ ഒരു ഇതിലെത്തിക്ക് വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് അവിടെ കൂടെ ആൻസർ എഴുതും കേട്ടോ. Okay. About because he thought that the place is safe and comfortable to take rest at that night, and he considered his resting place as a golden bedroom. അതുകൊണ്ടാണ് അവിടെ തന്നെ സ്റ്റേ ചെയ്യാം എന്നുള്ള കാര്യം നമ്മുടെ ഈ ഒരു പക്ഷി തീരുമാനിച്ചത്. ശരിയാ. ഓക്കെ, ഞാനിങ്ങനെ സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ പറ്റുന്ന കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എറർ വരുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ പറയാം. കാരണം ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രീനിൽ ചിലപ്പോൾ നോക്കാറില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പോകുമ്പോഴായിരിക്കും ചിലപ്പോ 2S ആവാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ വാക്കുകൾക്ക് കണ്ടില്ലേ TH ഈ ദേക്ക് വരെ THR പോയി. ഇപ്പൊ കീബോർഡിൽ നോക്കുകയാണെങ്കിൽ ആറും ഈയും തൊട്ട് അടുത്തടുത്ത കീസാ. അപ്പൊ അങ്ങനെ വരുമ്പോ ടൈപ്പ് മാറിപ്പോകുന്ന കേട്ടോ. അതാ. ഓക്കെ, എഴുതിയോ? ഓക്കെ, ഓക്കെ, ദിയോ എഴുതി കഴിഞ്ഞു. ബാക്കിയുള്ളവരെ ഓക്കെ. അടുത്ത് എന്തായാലും നിങ്ങൾ എഴുതിയില്ലെങ്കിൽ പേടിക്കണ്ട. ഇത് ഞാൻ ഇത് അയക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതേ പോലെയാണ് ഞാനങ്ങ് അയക്കും. അപ്പൊ അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഈ സെയിം സാധനം തന്നെ ആയിരിക്കും അയക്കുക. അടുത്ത്, there were no clouds in the sky. Then from where did
the drops of water come. അപ്പോ അവിടെ പറയുന്നുണ്ട്, അവിടെ സ്കൈ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുക, അവിടെ അവിടെ നിന്ന് സ്കൈയിൽ നിന്ന് വെള്ളം വരാനായിട്ടോ ഒന്നും മഴ തുള്ളികളോ ഒന്നും വരാനായിട്ടോ ഒന്നും അതിനുള്ള ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും നമ്മുടെ ഈ ഒരു ഡ്രോപ്സ് വന്നത്? എവിടെ നിന്നായിരിക്കും? എവിടെ നിന്നായിരിക്കും? The water drops came from the eyes of the statue. Came from the eyes of the statue. Okay, eyes of the ഞാൻ പറയാൻ വന്നത് വീപ്പിംഗ് പ്രിൻസ്. നമ്മൾ കരഞ്ഞോണ്ടിരിക്കുന്ന, അല്ലെ കരയാതെ ഒരിക്കലും കണ്ണീര് വരത്തില്ലല്ലോ. അപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്ന ആ ഒരു രാജകുമാരന്റെ കണ്ണിൽ നിന്നായിരിക്കാം ആ ഒരു കണ്ണുനീർ വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അടുത്താണ്. ഓക്കെ, കുറച്ചുണ്ട് കേട്ടോ, പെട്ടെന്ന് തീർച്ചയായും. ഇത് എഴുതിയില്ലായിരുന്നോ? എഴുതിയല്ലോ. എഴുതി സാർ.